I'm sorry, but don't wanna talk. I need a moment before I go. It's nothing personal. I draw the blinds. They don't need to see me cry. 'Cause even if they understand, they don't understand. So then when I'm finished, I'm all about my business and ready to save the world. I'm taking my misery, making my bitch give me everyone's favorite girl. ഹലോ ഗായ്സ്, അങ്ങനെ ദേ നമ്മൾ എയർബിഎൻബിയിൽ എത്തിയിരിക്കുകയാണ്. കിഡിലിന് എയർബിഎൻബി എന്ന് പറഞ്ഞാൽ കിഡിലിന് എയർബിഎൻ കേട്ടോ, ഒരു രക്ഷയില്ല. ഏറ്റവും അടിപൊളി എന്ന് പറയുന്നത് ഇവിടുത്തെ സീനറിയാണ്. പൊളി എന്ന് പറഞ്ഞാൽ പൊളി. എയർബിഎൻബി ഒക്കെ എടുക്കുമ്പോൾ ഇതേപോലത്തെ എയർബിഎൻബി എടുക്കണം. കിഡിലിന് സെറ്റപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് അകത്തേക്ക് കിടക്കാം. ഇപ്പോൾ ഇവിടെയുള്ള ചുറ്റുപാടൊക്കെ ആണെങ്കിലും സൂപ്പറാട്ടോ. ഇത് കയറി വരുമ്പോൾ തന്നെ ഇത് ഇവിടെ ഒരു ചെടി ഇരിക്കണുണ്ടോ. ഇത് കാണുമ്പോൾ നമ്മളവർക്ക് പ്ലാസ്റ്റിക് എന്ന്, പക്ഷേ ഒറിജിനല്ല, പ്ലാസ്റ്റിക് അല്ല. നമുക്ക് എന്തായാലും അകത്തേക്ക് കിടക്കാം. അപ്പോൾ അത് അകത്തേക്ക് കിടക്കുമ്പോൾ തന്നെ ആദ്യം കാണുന്ന തന്നെ ഹോളാട്ടോ. ഹോളിൽ ഇവിടെ ഒരു വലിയ ക്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ വർക്കിംഗ് അല്ല, ചുമ്മാ ഷോയ്ക്ക് വെച്ചേക്കുക. അത് കഴിഞ്ഞ് ഇപ്പുറത്തെ വശത്ത് കാണുന്ന ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. അത് നമ്മളിങ്ങനെ പിന്നെയും നടന്നു വരുമ്പോഴേക്കും ഹാളിൽ സോഫ കാര്യങ്ങൾ, പിന്നെ അവിടെ നിന്നാണ് നമ്മളിപ്പോൾ കയറി വന്നത്. നേരെ നടന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചനും ഡൈനിങ് റൂമും കാര്യങ്ങളൊക്കെയാണ്. അതിലൂടെ തന്നെ സ്ട്രെയിറ്റ് കിടക്കുമ്പോഴത്തേ ഇപ്പുറത്തൊരു ബെഡ്റൂമുണ്ട്, അതേപോലെ തന്നെ വാഷ്റൂം, പിന്നെ ഒരു ബെഡ്റൂം. അവിടെ നിന്ന് പിന്നെയും സ്ട്രെയിറ്റ് കിടന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്റ്റോർ റൂം. അത് കഴിഞ്ഞ് പിന്നെയും സ്ട്രെയിറ്റ് കിടന്ന് നമ്മളിങ്ങനെ പുറത്തേക്ക് വരുമ്പോഴേക്കും അടിപൊളി സീനറി ആട്ടോ. എന്ന് വെച്ചാൽ ഫ്രണ്ടിൽ കണ്ടതൊന്നും അല്ല സീനറി. ബാക്കിൽ ഈ ഡോറ് തുറന്ന് കഴിയുമ്പോഴേക്കും ഈ പാക്റ്റോയിൽ കാണുന്ന സീനറി നോക്കി ഇടുകല്ലേ. അതിനകത്ത് എന്താ പറയുക, ബാക്കി ഡീറ്റെയിലൊക്കെ ഞാൻ കുറച്ചുകൂടി ഇതിൽ കാണിച്ചു തരാം. കാരണം നല്ല കാറ്റുണ്ട്, ഞാൻ ആ ഭാഗത്തേക്ക് കയറുവാണ്. ഓക്കെ, ഡോറടക്കട്ടെ ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അടുത്ത കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അവിടെ നിന്ന് നേരെ സ്ട്രെയിറ്റ് തന്നെ തിരിച്ച് കിടന്ന് വരുമ്പോഴേക്കും ഇത് കിച്ചണിലും അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബാക്കിയുള്ള റൂംസൊക്കെ താഴെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് താഴത്തേക്ക് പോവാം. താഴത്തേക്ക് വിചാരിച്ച അത്രയും തണുപ്പോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, നല്ല അടിപൊളിയാണ്. കാരണം ഇപ്പോൾ ഇവിടെ താഴെ വന്നപ്പോൾ പിള്ളേർ ഓൾറെഡി കളിയും കാര്യങ്ങളൊക്കെ തുടങ്ങി. ഇവിടെ ഇഷ്ടംപോലെ ടോയ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വെച്ച് അവരിരുന്ന് കളിയൊക്കെ തുടങ്ങി. ഇപ്പോൾ ഇവിടെയാണ് ടി വി റൂം കാര്യങ്ങളൊക്കെ ഉള്ളത്. നമുക്ക് ആ സോഫയിലിരുന്ന് ടി വിയും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ അവിടെ നിന്ന് ഇതേപോലെ സ്ട്രെയിറ്റ് കടന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. അതേപോലെ തന്നെ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് കടന്നു കഴിയുമ്പോഴേക്കും ഈ റൂം ലോക്ക് ചെയ്തിട്ടേക്കുവാണ്. പിന്നെ ഇത് ഇവിടെ വാഷ്റൂം. അത് കഴിഞ്ഞ് പിന്നെയും ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു ബെഡ്റൂം, അത് 2 ബെഡുണ്ട്. ഇപ്പുറത്ത് വേറെ ബെഡ്റൂം, ഇവിടെ ഒരു ബെഡ്റൂം. അങ്ങനെ ടോട്ടലും ഏകദേശം 7 ബെഡ്റൂമുണ്ട്. ബേസ്മെൻറ്റിൽ 4 അതേപോലെ തന്നെ മേളിലത്തെ ഫ്ലോറിൽ ഒരു 3 ബെഡ്റൂമും. ഒരു വലിയ ഗ്രൂപ്പൊക്കെ വരുവാണെങ്കിൽ അടിച്ച് പൊളിക്കാൻ പറ്റിയ നല്ല സൂപ്പർ എയർബിഎൻബിയാണ്. കാരണം പുറത്ത് ക്യാമ്പ് ഫയറിനുള്ള സെറ്റപ്പ് ഉണ്ട്, അതേപോലെ തന്നെ ബാർബിക്യൂ. പിന്നെ അതുകൂടാണ്ട് ഇവർക്ക് ഹോഴ്സസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെയൊക്കെ പുറത്തെടുക്കുമെന്നൊന്നും അറിയത്തൊന്നുമില്ല, പക്ഷേ കണ്ടായിരുന്നു. അതൊക്കെ അടിപൊളി വൈബായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇതുണ്ട് ഇത്രയും സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പും അതേപോലെ തന്നെ ഇതുണ്ട്, ഇത്രയും പേർക്ക് ചെയ്യാം. പിന്നെ അതേപോരാണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഒരു രക്ഷയില്ലാത്ത അടിപൊളി വ്യൂ ആണ്, ഒന്നും പറയാനില്ല. ഒന്നാമതെ ഇവർക്ക് ഇത്രയും സ്ഥലമുള്ളതുകൊണ്ട് തന്നെ ഈ കോമ്പൗണ്ടിനകത്ത് ഓണറിൻ്റെയും പിന്നെ അതേപോലെ തന്നെ ഈ എയർബിഎൻബി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഗായ്സ്, അങ്ങനെ ഞാൻ നിങ്ങളോട് എയർബിഎൻബിനെ കുറിച്ചൊക്കെ വർണ്ണിച്ചുകൊണ്ടിരിക്കുമ്പോൾ എബിയാൻ ഫാമിലി അവിടെ നിന്ന് വരുന്നുണ്ട്. അവരപ്പോൾ ഓൾറെഡി ഞങ്ങളോട് ട്രിപ്പ് മോർണിംഗ് തന്നെ സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞായിരുന്നു. കാരണം അവർക്കിന്ന് വർക്കുള്ളതുകൊണ്ട് അവർ കാൽഗറിയിൽ നിന്ന് ഈവനിങ്ങിന് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതെന്നാണ് പറഞ്ഞത്. അങ്ങനെ അവരിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി വേണം ഞങ്ങളുടെ നൈറ്റിലേക്കുള്ള പാർട്ടി ടൈമൊക്കെ തുടങ്ങാൻ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ. ഇനി അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് കാണാം. അതുവരെ ബൈ.